am lucky. You are the right person for me. ദക്ഷ, എന്താ ഇത്? ഞാൻ നിന്റെ അധ്യാപകനല്ലേ? അതങ്ങ് ക്യാമ്പസില്. ഇവിടെ കല്യാണം ഉറപ്പിച്ച പെണ്ണും ചെറുക്കനോ നമ്മള്. ഇവിടെ നമ്മള് ഫ്രീയാ. നമ്മളെ ചോദ്യം ചെയ്യാനോ തടയാനോ ഇവിടെ ആരുമില്ല. ദക്ഷ, എന്താ ഇത്? ആരെങ്കിലും ഇങ്ങോട്ട് കയറി വന്നാ എന്തു വിചാരിക്കും? അതിന് ഞാനിവിടെ ഒളിച്ചു പാത്തൊന്നും വന്നല്ല. മഹിയുടെ അച്ഛന്റെ അമ്മയുടെയും അറിവോടും സമ്മതത്തോടെയാണ് ഞാനിവിടെ വന്നത്. ഈ വീട്ടില് എനിക്ക് എല്ലാ ഫ്രീഡവും ഉണ്ടെന്നാ ദി ഗ്രേറ്റ് രമാദേവി പറഞ്ഞത്. പിന്നെ നമ്മൾ ആരെ പേടിക്കാനാ? ഈ മുറിയില് ദക്ഷയുടെ അനുവാദം ഇല്ലാതെ കയറി വരുന്നവരാണ് പേടിക്കേണ്ടത്. ഓഹോ, മന്ത്രിയുടെ മോൾക്ക് ഇത്രയ്ക്ക് അഹങ്കാരോ? ആ, ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ഇപ്പൊ തന്നെ അവളോട് ചെന്ന് സംസാരിക്കണം. എന്നെ അപമാനിച്ചതിന് അവളെ തിരിച്ച് അപമാനിക്കണം. ഇപ്പൊ തന്നെ അവളുടെ പെരുമാറ്റം ഇങ്ങനെയാണെങ്കിൽ നാളെ അവൾ ഈ വീട്ടിൽ മരുമകളായി കയറി വരുമ്പോ ഞാൻ അവളുടെ വേലക്കാരിയായി ഒരു അടിമയെ പോലെ അപമാനിക്കപ്പെട്ട് ഇവിടെ കഴിയേണ്ടി വരില്ലേ? മണ്ടത്തരം പറയില്ല ഐശ്വര്യ. വെറുതെ ചാടിക്കേറി വഴക്ക് കൂടാൻ പറ്റിയ ആളല്ല ദക്ഷ. അവള് ആഭ്യന്തരമന്ത്രിയുടെ മോളാ. മന്ത്രിയുടെ മകളാണെങ്കിൽ മറ്റുള്ളവരെ എന്ത് വൃത്തികേടും പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യാന്നാണോ? അങ്ങനെയൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചേ. മന്ത്രിയുടെ മകളായതുകൊണ്ട് ഞാൻ നേരിട്ട് ഇടപെട്ടാൽ അത് കൂടുതൽ പ്രശ്നമാവും. മന്ത്രി വിചാരിച്ച നമ്മുടെ ബിസിനസ് തന്നെ തകർക്കാൻ പറ്റും. അത് നീ മറക്കരുത്. അങ്ങനെയാണെങ്കിൽ അവൾ എന്നെ അപമാനിക്കുന്നത് ഞാൻ സഹിച്ചു നിൽക്കണമെന്നാണോ? അവളുടെ വേലക്കാരിയായി അവളുടെ ആട്ടും തുപ്പും സഹിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നാണം കെട്ടി കഴിയണമെന്നാണോ സാറ് പറയുന്നേ? അല്ല, ഈ കാര്യത്തിൽ ഞാൻ നേരിട്ട് അവളോട് ഇടപെടുന്നതിനുള്ള ബുദ്ധിമുട്ടാ പറഞ്ഞത്. ഇതിലിടപെടേണ്ടത് ഞാനല്ല. പിന്നെ നിങ്ങളുടെ ഭാര്യയുടെ കാര്യത്തിൽ ഇടപെടേണ്ടത് അയൽപക്കത്തുള്ളവരാണോ? അവളെ ശാസിച്ചു നിർത്തേണ്ടത് നിങ്ങളല്ല അർജുൻ സാർ. അല്ല, ഈ കാര്യത്തിൽ ഇടപെടാൻ പറ്റിയ ആള് എന്റെ അമ്മയാ. ബെസ്റ്റ്. ഇടപെടാൻ പറ്റിയ കക്ഷി തന്നെയാ. എന്നെ കണ്ടാലും നിങ്ങളുടെ അമ്മയ്ക്ക് ഇഷ്ടല്ല. ദക്ഷയാണെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ പെറ്റും. അമ്മയുടെ വാക്കുകൾ ധിക്കരിക്കാത്ത മകനാ ഞാൻ. അമ്മ എന്തു പറഞ്ഞാലും ഞാൻ അതനുസരിക്കും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എന്റെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. എല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കാം. തൽക്കാലത്തേക്ക് താനൊന്ന് കൂടാവ്. മഹി സാറിന് എന്നോടൊന്നും പറയാനില്ലേ? ഞാനെന്തു പറയാനാ? റൊമാൻറ്റിക് സങ്കല്പങ്ങളൊന്നുമില്ലേ? നമ്മൾ, നമ്മുടെ ഭാവി, നമ്മുടെ കുടുംബജീവിതം, അങ്ങനെ നമുക്ക് സംസാരിക്കാൻ എന്തെല്ലാം ടോപ്പിക്സ് ഉണ്ട്. എനിക്കങ്ങനെ സങ്കല്പങ്ങളൊന്നുമില്ല. ഞാൻ ആർക്കൊരു ഡിസ്റ്റർബൻസ് ആവരുതെന്ന് മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ ക്ലാസ്സിൽ വാദോരാതെ സംസാരിക്കുന്ന ആളാണല്ലോ. ക്ലാസ് കേട്ടോണ്ടിരിക്കാൻ എന്ത് രസാന്നറിയോ? അത് അക്കാഡമിക് വിഷയം. ഇല്ല, അല്പം പോലും റൊമാൻറ്റിക് അല്ലാത്ത മഹിയെ ഞാൻ റൊമാൻറ്റിക് ആക്കി മാറ്റും. അതല്ലേ ലൈഫിന്റെ ഒരു ത്രില്ല്. റൊമാൻറ്റിക് അല്ലാത്ത ഹസ്ബൻഡിനെ കിട്ടുന്നതാ ഒരു പെണ്ണിന് ഏറ്റവും നല്ലത്. അവക്ക് ഇഷ്ടമുള്ള രീതിയില് ഭർത്താവിനെ മാറ്റിയെടുക്കാൻ കിട്ടുന്ന ഗോൾഡൻ ചാൻസ് ആണല്ലോ അത്. താൻ എന്തൊക്കെയാ പറയുന്നത്? പെണ്ണ് കാണൽ ചടങ്ങിനായി ഞാൻ വന്നപ്പോ ഞാൻ കണ്ട മഹിയേക്കാളും ഇപ്പൊ ഞാൻ ഇഷ്ടപ്പെടുന്നത് എട്ടും പൊട്ടും തിരിയാത്ത നിഷ്കളങ്കനായ ഈ മഹിയെ. ഐ എം ലക്കി. യു ആർ ദ റൈറ്റ് പേഴ്സൺ ഫോർ മീ. What happened? എന്തു പറ്റി? ദക്ഷവാ, തനി വീട് മുഴുവൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഈ വീട് മൊത്തത്തിലൊന്ന് ചുറ്റി നടന്ന് കാണിച്ചു തരാം.
അതൊന്നും വേണ്ട മഹി. തന്റെ റൂം ഞാൻ കണ്ടല്ലോ. ഈ റൂമിലാണല്ലോ നമ്മൾ ഇനി ഒന്നിച്ച് കഴിയാൻ പോകുന്നെ. എനിക്ക് അത്രയും മതി. ഐ എം ഹാപ്പി. പോരാ, തനി വീട് മുഴുവൻ കാണണം. താൻ വാ, ഞാൻ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാം. ദക്ഷ വാ, ഞാൻ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാം. വാ. He's so cute. മാഷേ, അല്ലെങ്കിൽ വേണ്ട, മഹി, അതാ നല്ലത്. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല മൊമെന്റ്സിലേക്ക് നമ്മൾ അടുത്തോണ്ടിരിക്കുക. മാരേജ് ഏറ്റവും ഗ്രാൻഡ് ആയിട്ടായിരിക്കും നടക്കേണ്ടത്. അതായത് ഇന്നും നമ്മുടെ മാരേജിനെ കുറിച്ച് ആൾക്കാർ ഓർക്കണം. മറ്റുള്ള വിവാഹങ്ങളുമായിട്ട് കമ്പയർ ചെയ്യണം. നമ്മുടെ വിവാഹത്തോളം കേമമായി മറ്റാർക്കും ഒരു വിവാഹ ചടങ്ങും നടത്താൻ സാധിക്കരുത്. ഒരാണും പെണ്ണും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്ന ചടങ്ങാ മാരേജ്, അല്ലാതെ ഉത്സവമൊന്നുമല്ല. ഓഫ് കോഴ്സ്, വിവാഹം എന്ന് വെച്ചാ ഒരാണും പെണ്ണും തമ്മിലുള്ള ഒത്തുചേരല. പക്ഷേ നമ്മുടെ ഫാമിലികളുടെ പ്രസ്റ്റീജും കൂടിയാ നമ്മുടെ മാരേജ്. അതൊരു ഉത്സവമായിരിക്കണം മഹി. എന്റെ കോസ്റ്റ്യൂംസ് ഏറ്റവും വില കൂടിയ മെറ്റീരിയൽസ് കൊണ്ട് ഏറ്റവും വലിയ ടെക്സ്റ്റൈൽസിൽ നിന്നും പ്രത്യേകം ഡിസൈൻ ചെയ്തതായിരിക്കണം. അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈനിലുള്ള ഡയമണ്ട് ജ്വല്ലറി ആയിരിക്കും ഞാൻ അണിയുന്നത്. അത്രയ്ക്കൊക്കെ വേണോ? വേണം. ഇതെല്ലാം എന്റെ ആഗ്രഹങ്ങളാ, സങ്കല്പങ്ങളാ. നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ പോകുന്നവരാ. അതുകൊണ്ട് ഇനി എന്റെ തീരുമാനത്തിനായിരിക്കും മുൻതൂക്കം. എന്റെ വീട്ടിൽ അങ്ങനെയാ. ഞാൻ പറയുന്നതിനപ്പുറം ആരും ഒന്നും ചെയ്യില്ല. ഐ എം ദി പ്രിൻസസ് ഓഫ് മൈ ഫാമിലി. ഓ, പിന്നെ കോസ്റ്റ്യൂം ഡിസൈനർ ബോളിവുഡിൽ നിന്നും ആയിരിക്കണം. കല്യാണത്തിന് എന്നെ അനയിക്കാൻ ബോളിവുഡിൽ നിന്നും ആർട്ടിസ്റ്റുകൾ വേണം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഫിലിം ആർട്ടിസ്റ്റുകൾ ഗസ്റ്റുകളായി വരണം. തന്റെ സങ്കല്പങ്ങളെല്ലാം ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമ പോലെ ഉണ്ടല്ലോ. എന്റെ ചിന്തകളും സങ്കല്പങ്ങളും കോസ്റ്റ്ലിയാണ് മഹി.